ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം ചൊരിഞ്ഞ് വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ അല്പസമയത്തിലെ ചിന്തയ്ക്കായിട്ട് 27-ാം സങ്കീർത്തനമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കഷ്ടങ്ങളെയും എതിർപ്പുകളെയും നേരിടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്ന സത്യം വ്യക്തമാക്കുന്നതാണ് ഈ സങ്കീർത്തനം. മധുര ഗായകനായ ദാവീദിന്റെ ഈ സങ്കീർത്തനത്തിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനവധി എതിർപ്പുകളും വെല്ലുവിളികളും അഭിമുഖീകരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൗൽ രാജാവ് പലപ്പോഴും ദാവീദിനെ കൊലപ്പെടുത്തുവാനായി ശ്രമിച്ചപ്പോഴും സ്വന്തം മകനായ അബ്ശാലോം തനിക്കെതിരെ പോരാടിയതായ സാഹചര്യത്തിലുമാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ സങ്കീർത്തന ഭാഗങ്ങളെ രണ്ടായി വിഭജിച്ചാൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദൈവ പൈതലിന് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസവും സന്തോഷവും പ്രഖ്യാപിച്ചിരിക്കുന്നതായി കാണാം. 7 മുതൽ 14 വരെയുള്ള 2-ാം ഭാഗത്തെ ആകാംക്ഷയും പോരാട്ടവും അഭയാചനയുമാണ് കാണുന്നത്. ഒരു ദൈവ വിശ്വാസിയുടെ യഥാർത്ഥ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ സാത്താൻ ഭയപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ സന്ദർഭത്തിൽ വിശ്വാസ സ്ഥിരതയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദാവീദിന്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അത്ര ഉറച്ച വിശ്വാസമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. ഇന്ന് പലതിനെ കുറിച്ചുമുള്ള ഭയത്തിനടിമയാണ് മനുഷ്യൻ. ജോലി പോകുമോ, രോഗം വരുമോ, ഭാവി എന്താകും, മക്കൾ നോക്കുമോ എന്നൊക്കെയുള്ള പലവിധ ആദികളാൽ മനുഷ്യൻ ഭാരപ്പെടുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് 365 പ്രാവശ്യം തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയരഹിതമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവം നമ്മുടെ വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവുമാണെന്നുള്ള വ്യക്തവും ശക്തവും വ്യക്തിപരവുമായ വിശ്വാസവും ആവശ്യമാണ്. ആ വിശ്വാസത്തിന്റെ മുൻപിൽ ഏത് ശത്രുക്കളും തോറ്റുപോകും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവ ആരാധനയിലൂടെ ദാവീദ് ഉറപ്പും ബലവും കണ്ടെത്തിയതായി നാം വായിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചതായി പറയുന്നു. അത് തന്നെയാണ് എന്റെ ആഗ്രഹമെന്ന് പറയുന്നു. അതെന്തെന്ന് ദാവീദ് പറയുന്നത്, യഹോവയുടെ മനോഹരത്വം കാണുക, അവന്റെ മന്ദിരത്തിൽ ഇരുന്ന് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുക, അവന്റെ ആലയത്തിൽ നിത്യം പാർക്കുക. ഇതാണ് ദൈവശക്തിയുടെ രഹസ്യം. ഈ മഹത്വത്തെ മനസ്സിലാക്കി ദൈവബന്ധത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അനർത്ഥ ദിവസത്തിൽ അവൻ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും, പാറമേൽ ഉയർത്തുമെന്ന് വായിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിൽ ഒരിക്കൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തിയത് തിരുനിവാസത്തിലുള്ള യാഗപീഠത്തിലാണ്. ഇന്ന് നാം ആശ്രയിക്കുന്നത് എവിടെയാണ് എന്ന് ശാന്തമായി ചിന്തിക്കാം. ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. തന്നെ ആശ്രയിക്കുന്നവരെ ഒരു നാളും തള്ളിക്കളയുകയില്ല. യഹോവ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ദാവീദിനെ പോലെ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കണം. എപ്പോഴും അവനെ പാടി കീർത്തിക്കുന്നവരായി തീരണം. 10 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് കഴിഞ്ഞ കാല സംഭവങ്ങളെ ഓർക്കുന്നു. സ്വന്തം അപ്പനും അമ്മയും ഉപേക്ഷിച്ചതും ശത്രുക്കളുടെയും വൈരികളുടെയും ക്രൂരതയും ഓർത്ത് നിരാശപ്പെടുകയല്ല, ദൈവം വിടുവിക്കുമെന്ന പ്രത്യാശയിൽ കാത്തിരിക്കുന്നു. ലോകത്തിന്റെ താങ്ങുകൾ നഷ്ടപ്പെടുന്ന വേളയിൽ താങ്ങുന്ന ഒരു കരം വെളിച്ചമായി രക്ഷയായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് 13-14 വാക്യങ്ങളിലൂടെ ദാവീദ് പറയുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ സങ്കീർത്തനം ആരംഭിച്ചത് ഉറച്ച വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടി ആയിരുന്നു. എന്നാൽ മാനുഷികമായ രീതിയിൽ നിരാശയുടെയും അന്ധകാരത്തിലൂടെ കടന്നുപോയി എങ്കിലും വീണ്ടും യഹോവയുടെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിച്ച ദാവീദിന് ദൈവത്തിന്റെ നന്മയെ ദർശിക്കുവാൻ സാധിച്ചതുപോലെ ഏത് നിരാശയിലൂടെയും പ്രതികൂലങ്ങളിലെയും കടന്നുപോയാലും യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും എന്റെ ജീവന്റെ ബലവുമായതിനാൽ ഞാൻ നിരാശപ്പെടാതെ
ദൈവത്തിൽ പ്രത്യാശ വെക്കുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരു നല്ല പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.